ഒരുപാട് അസുഖങ്ങള് ഇല്ലാത്ത അസുഖങ്ങളും കൂടി വന്നു. ഒരേ ഷുഗറും ഒരു കൊളസ്ട്രോളും മാത്രം ഉണ്ടായിരുന്നുള്ളൂ അന്ന്. ആ ഷുഗർ എത്ര ഗുളിക കഴിച്ചാലും ഷുഗർ കുറയുന്നില്ല, കൊളസ്ട്രോളും കുറയുന്നില്ല. അപ്പൊ അങ്ങ് മരുന്നാണ് നല്ലതെന്ന് വിചാരിച്ച് മരുന്ന് തന്നെ കഴിക്കാൻ തുടങ്ങി. മരുന്ന് കഴിച്ച് അസുഖങ്ങൾ കൂടി കൂടി വന്നു. ഒന്നിന് മരുന്ന് കഴിക്കും, അതൊക്കെ കാണിച്ച് അതിന്റെ റിസൾട്ട് പറയുമ്പോൾ വേറെ അപ്പളേക്ക് അത് സുഖം ഉണ്ടാവും, വേറെ രണ്ടെണ്ണം വരിക. പിന്നെ അതിനും ഒരു എന്തെങ്കിലും പറഞ്ഞൊരു റിസൾട്ട് കൊടുത്ത് അത് കഴിക്കുമ്പോഴേക്ക് വേറെ രണ്ടെണ്ണം വരിക. അങ്ങനെ ആയി 15, 20, 25 വർഷത്തോളം മരുന്ന് തന്നെയാണ്. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ ഫാമിലി എന്ന് പറഞ്ഞാല് ആ, ഒരു വലിയൊരു ഫാമിലിയാണ്. ഞാന് ഏറ്റവും മൂത്ത ആളാണ്. ഞാൻ ഏറ്റവും ഇളയ ബ്രദറാണ് രാജേന്ദ്ര സാറ്. രണ്ടാമത്തെ അനിയനാണ്. അപ്പം അവന് ഞാൻ 4 വർഷം കിടപ്പിലായി. 4 വർഷം കിടപ്പിലായി. മരുന്ന് കഴിച്ച് എല്ലാം കൂടിയപ്പം 4 വർഷം കിടപ്പിലായി. പിന്നെ ഇനി എങ്ങനെ മുന്നോട്ട് ജീവിക്കും? ഞാൻ സ്വന്തമാണ്, വീട്ടില് വേറെ ആരുമില്ല, കുട്ടികളില്ല, ഹസ്ബൻഡ് മരിച്ചു. പിന്നെ എനിക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഹോം നേഴ്സിനെ വരെ ഞാൻ നോക്കിയതാ. പക്ഷേ ഒരു സഹായത്തിനില്ല. എല്ലാവർക്കും ജോലിയും കാര്യങ്ങളുമായിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ബ്രദർ എന്നോട് RCMനെ പറ്റി പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ പരിചയപ്പെടുത്തി എന്നോട് പറഞ്ഞു, ഈ ഗുളികകളൊന്നും നിർത്തണ്ട, നിങ്ങള് ഈ RCMലെ തവിടെണ്ണ, ന്യൂട്രിചാർജ് വുമൺ, ഗിലോയ് തുളസി, വെജോമേഗ ഇതെല്ലാം കൂടി ഒന്ന് കഴിച്ചു നോക്കാൻ പറഞ്ഞതാ. അപ്പൊ ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം പറഞ്ഞാൽ തീരൂല. ഇത്രയും കാലം എന്തിനായിരുന്നു മരുന്ന് കഴിച്ചതെന്നാ ഞാൻ വിചാരിക്കുന്നത്. മരുന്ന് കഴിച്ച് പിന്നെ തൈറോയിഡ് വന്ന് പിന്നെ ഞരമ്പ് മൊത്തം തളർന്ന് കണ്ണിന്റെ കാഴ്ച മുഴുവൻ പോയി. കണ്ണിന്റെ ഞരമ്പൊക്കെ പോയിട്ട് കാഴ്ചയും പോയി. പിന്നെ ഇനിയിപ്പം എല്ലാ അസുഖങ്ങളും വന്നപ്പം പിന്നെ വേറെ നിവൃത്തിയില്ലാണ്ടായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബ്രദർ ഇത് പറഞ്ഞപ്പോ ഞാൻ ഇതും കൂടി ഒന്ന് കൂടെ കഴിക്കട്ടെ വിചാരിച്ചു. അങ്ങനെ കഴിച്ചു നോക്കുമ്പോഴാണ് ഇതിന്റെ ഗുണം എനിക്ക് മനസ്സിലാകുന്നത്. ഗുണം ഗിലോയ് തുളസി കഴിച്ചതോടുകൂടി 10 ദിവസം കൊണ്ട് എനിക്ക് എന്റെ ഷുഗർ 300, 350 ഫാസ്റ്റിങ്ങിൽ ഉണ്ടായിരുന്നു. അത് 10 ദിവസം കൊണ്ട് 200 കുറഞ്ഞു. അവിടെ തന്നെ എനിക്ക് വിശ്വാസം വന്നു. പിന്നെ തവിടെണ്ണ ഉപയോഗിച്ചപ്പോഴും എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. പിന്നെ അതുപോലെ എല്ലാ ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ട് നല്ല നല്ല റിസൾട്ടുകളാണ്. എനിക്ക് ഇതൊന്നും മാത്രമല്ല, എനിക്ക് യൂട്രസിൽ മുഴയുണ്ട്. എല്ലാ അസുഖങ്ങളും പിന്നെയാണ് അറിയുന്നത്. പിന്നെ നെഞ്ചുവേദന ഉണ്ടായിരുന്നു. നെഞ്ചുവേദനയ്ക്ക് എക്കോ ടെസ്റ്റ് ചെയ്തപ്പോഴും പറഞ്ഞിരിക്കുന്നു എന്നോട്, എന്തായാലും നെഞ്ചത്തുനിന്ന് വേദനയും കയ്യിലേക്ക് വേദനയൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ വരണം ഹോസ്പിറ്റലിൽ. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴും ഞാന് ഇനി എന്ത് ചെയ്യാനാന്നും വിചാരിച്ച് ഇങ്ങനെ കേട്ട് നിൽക്കുമ്പോഴാണ് ഇതല്ല ഉപയോഗിച്ചപ്പം എനിക്ക് കിട്ടിയ മാറ്റങ്ങൾ എന്ന് പറയുന്നത്, കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ RCMൽ നിന്നും വിജയിച്ചു വന്ന ഒരാളാ. വളരെ കുറഞ്ഞ സമയം കൊണ്ട്. അപ്പൊ ഞാന് ഇത്രയും ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചപ്പോണ്ടായ എന്റെ അനുഭവം പറഞ്ഞാൽ തീരൂല. RCMനെ എന്നും നെഞ്ചോട് ചേർത്തിക്കൊണ്ടാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത്. കാരണം ഒരു ഊന്നുവടിയുടെ സഹായം കൊണ്ടാണ് ഞാൻ, അല്ലെങ്കിൽ എന്റെ ചുമരോ എവിടെയെങ്കിലും ഒന്ന് പിടിച്ചിട്ട് വേണം എനിക്ക് ഒന്ന് നടക്കണമെങ്കിൽ. ബാത്റൂമിൽ പോകാൻ പോലും ബുദ്ധിമുട്ടി നടക്കുന്ന ഒരു സമയത്താണ് ഇതെല്ലാം കാണുന്നതും കേൾക്കുന്നതും. അതുവരെ ഞാൻ RCM എന്താണെന്ന് പോലും എനിക്കറിയില്ല. RCMൽ വന്നത് കുറച്ച് നേരത്തെ വരാമായിരുന്നു എന്ന് ഞാൻ അപ്പം ചിന്തിച്ചു പോകും. നേരത്തെ വരണമെങ്കിൽ എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ സമയം വരാതെ ഒന്നും നടക്കൂല. അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിച്ചു കഴിഞ്ഞ് അങ്ങനെ കഴിച്ച് ഇതെല്ലാം തവിടെണ്ണ രാവിലെ 2 ഗ്ലാസ് വെള്ളം കുടിക്കൂ എഴുന്നേറ്റ പാട്. പിന്നെ
നമ്മളെ പേസ്റ്റ് ഉപയോഗിച്ചിട്ട് പല്ല് തേച്ച് പിന്നെ ഞാൻ തവിടെണ്ണയാ കഴിക്കുക. തവിടെണ്ണ കഴിച്ചതിന് ശേഷം ഓരോരോ ഉൽപ്പന്നങ്ങള് ഗിലോയ് തുളസി കഴിക്കും. ഗിലോയ് തുളസി കഴിച്ചു കഴിഞ്ഞാല് പിന്നെ അതേ കിഡ്സ് കിഡ്സും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഓരോന്നോരോന്നായിട്ട് കഴിക്കൂ. അപ്പൊ ഇന്ന് അതൊക്കെ കഴിച്ചു തുടങ്ങിയപ്പോ എനിക്ക് 2 വർഷമായി ഞാനിന്ന് ഡോക്ടറെ അടുത്ത് പോയിട്ട്. അന്ന് ഞാൻ കൊണ്ടുപോകുന്ന 10 ദിവസത്തെ മരുന്ന് മാത്രമാണ് ഞാൻ കഴിച്ചത്. ആ മരുന്ന് കഴിച്ചതോടുകൂടി എനിക്ക് പിന്നെ ഒന്നും വേണ്ടി വന്നില്ല. അതാ ഈ അപ്പം കുറയുന്നത് കണ്ടപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം ഇത് തന്നെ ഇങ്ങനെ തുടർന്ന് പോയാൽ ഇന്ന് വരെ അത് കഴിച്ചും കൊണ്ട് ഇങ്ങനെ പോവുക. ഈ 2 വർഷവും ഒരു മരുന്ന് ഒരു ഡോക്ടറെ കാണാൻ പോയിട്ടില്ല. ഇത്രയും വലിയ അസുഖമുള്ള ഞാന് പോയിട്ടില്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ന്യൂട്രീചാർജിന്റെ ഗുണം? ഓരോരുത്തരെയും ഓരോരോ അനുഭവങ്ങൾ എനിക്ക് എടുത്തെടുത്ത് പറയാനുണ്ട്. അപ്പൊ എനിക്ക് ഇന്ന് തൈറോയ്ഡ് ഒരുപാട് ലെവലില് ഉയർന്ന ലെവലിൽ എത്തിപ്പോയിരിക്കുന്നു. 40-ൽ കൂടുതലായപ്പം ഈ തൊണ്ടയിൽ ഒരു മുഴ വന്നു. തൊണ്ടയിൽ മുഴ വന്നപ്പോഴാണ് തൈറോയ്ഡ് ഉണ്ടെന്ന് തന്നെ ഞാൻ അറിയുന്നത്. അങ്ങനെ തൈറോയ്ഡിന് വേണ്ടിയിട്ട് ഒന്ന് ഞാൻ തന്നെ ഡോക്ടറോട് ചോദിക്കാണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് തൈറോയ്ഡ് 40ന്റെ മുകളിലെത്തിയത്. അങ്ങനെ ഞാനൊരു വാക്സിൻ അടിക്കാൻ ഇങ്ങനെ വിളിക്കൂ, പോവാറില്ല ഈ അസുഖം കൊണ്ട്. അങ്ങനെ സുഖം കണ്ടപ്പം ഞാനൊരു വാക്സിൻ അടിച്ചു. ഒരൊറ്റയൊന്നും മാത്രമേ എടുത്തിട്ടുള്ളൂ. വാക്സിൻ അടിച്ചപ്പം ലേശം കുറഞ്ഞു വന്നത് പിന്നെയും കൂടി പിന്നെയും കൂടി പിന്നെ എനിക്ക് പിന്നെ അപ്പോഴേക്ക് ഞാൻ RCMൽ എത്തിയിരിക്കുന്നു. അപ്പൊ RCMൽ എത്തിയപ്പോ പിന്നെ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല, ഒന്നും വേറെ കഴിച്ചതും ഇല്ല. ഇപ്പൊ തൈറോയ്ഡ് 2.7 ഉള്ളൂ. ഷുഗർ അതുപോലെ തന്നെ നോർമല്ല, കൊളസ്ട്രോള് നോർമല്ല, എല്ലാ കാര്യങ്ങളും ഇന്ന് നോർമലാ. ഞാൻ RCMന്റെ എല്ലാ ഉൽപ്പന്നങ്ങളും അന്നത്തോട്ട് ഇന്ന് വരെ കഴിക്കുന്നുണ്ട്. ഒരു മരുന്നും കഴിക്കാതെ RCM വിശ്വസിച്ച് RCMന്റെ ഉൽപ്പന്നം മാത്രം കഴിച്ച് ആണ് ഞാനിന്നിപ്പം ജീവിച്ചു പോകുന്നത്. ഒരു പ്രശ്നവുമില്ല. ഇന്ന് എനിക്ക് മരുന്നും വേണ്ട, ആരോഗ്യത്തോടു കൂടി നടക്കുന്നുമുണ്ട്. അപ്പം കുറെ കഴിഞ്ഞപ്പോഴാണല്ലോ ഇവിടെ വണ്ടർ വേൾഡ് ഉദ്ഘാടനം. വണ്ടർ വേൾഡ് ഉദ്ഘാടനത്തിന് രാജകുമാർ സാറ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ ലീഡറാണല്ലോ. അപ്പൊ രാജകുമാർ സാറ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങള് നമ്മളെ ഉദ്ഘാടനത്തിന് നിങ്ങള് ഇവിടെ നടന്നു വരുമെന്ന്. ഞാൻ പറഞ്ഞു നാവ് പൊന്നായി വരട്ടെ എന്നും പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. തീർച്ചയായും ഞാൻ വണ്ടർ വേൾഡ് ഉദ്ഘാടനത്തിന് തലേ ദിവസം ഞാൻ ഇവിടെ എത്തി. അന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു. പിന്നെ പിറ്റേ ദിവസം സജീവമായി അന്നും പിറ്റേന്നും ഞാൻ ഇവിടെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ നല്ലൊരു അനുഭവം തന്നെയാണ്. ഈ അനുഭവം ഒന്നും മറ്റൊരാൾക്കും വിശ്വസിക്കാൻ പറ്റൂല. എന്റെ അനുഭവം എന്ന് പറയുന്നത് എനിക്ക് പറഞ്ഞാൽ തീരൂല. എന്തൊക്കെയോ ഞാൻ അനുഭവിച്ചിരിക്കുന്നു. ഇന്നൊന്നുമില്ല. ഇന്ന് ആരോഗ്യമുണ്ട്, സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, വരുമാനമുണ്ട്. ഞാനിതൊന്നും RCMൽ വരുമ്പോ ഞാൻ വിചാരിച്ചിട്ടില്ല എങ്ങനെയെങ്കിലും ഒന്ന് എന്റെ ആരോഗ്യം ഒന്ന് രക്ഷപ്പെട്ട് കിട്ടിയാല് ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്നുള്ളൊരു ആരോഗ്യം ഒന്ന് ഉണ്ടെങ്കിലല്ലേ എല്ലാം ഉള്ളൂ. ആരോഗ്യമില്ലാത്ത ഒരാൾക്ക് ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പൊ ഞാന് എങ്ങനെയെങ്കിലും എന്തെങ്കിലും കഴിച്ചിട്ടായാലും വേണ്ടില്ല, രോഗം ഒന്ന് മാറിക്കിട്ടണം, ഇത്ര മാത്രം വിചാരിച്ച ആളാ. ഇന്ന് ഞാനിപ്പം രോഗം മാറി. ഇന്ന് പല മീറ്റിങ്ങുകളും ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പല നമ്മുടെ മഹാപരിവർത്തനത്തില് എല്ലാ ദിവസവും ഷാഹി സാറ ഒരുക്കി തന്ന ആ മഹാപരിവർത്തനത്തിന്റെ ഒരൊറ്റ ഒരു നന്മയാണ് ഞാനിന്നിപ്പം നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോ അത് മഹാപരിവർത്തനം എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന ഷാഹി സാറിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവൂല. നന്ദി പറഞ്ഞാലും തീരൂല. അപ്പൊ നമ്മള് ഓരോരോ കാര്യങ്ങളും പഠിക്കുന്നത് അതിൽ കൂടിയാ.
ഒരുപാട് അനുഭവങ്ങളിലൂടെ ഇതും കൂടി കേട്ടപ്പം എനിക്ക് കിട്ടിയൊരു സന്തോഷം ചില്ലറയൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ മീറ്റിങ്ങിലും ഞാൻ സംസാരിക്കുകയും ചെയ്യും, അറ്റൻഡ് ചെയ്യേണ്ടവർക്ക് അറ്റൻഡ് ചെയ്യൂ. അങ്ങനെയൊക്കെ ചെയ്യുന്ന എനിക്ക് ഇന്ന് വളരെ സന്തോഷമാണുള്ളത്. ആർക്കും എൻ്റെ പ്രായം 74 വയസ്സാന്ന് പറയുമ്പോൾ ആർക്കും വിശ്വാസമാവില്ല. അപ്പൊ 74 വയസ്സിൽ ഇങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞത് നമ്മുടെ RCM മഹാപ്രസ്ഥാനവും ന്യൂട്രീഷൻ ഈ സപ്ലിമെന്റുമാണ്. അതല്ലായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഇതൊന്നും നടക്കൂല. ഇത്രയും നല്ലൊരു ഉൽപ്പന്നം നമ്മളിവിടെ മുന്നിൽ ഉണ്ടായിട്ട് നമ്മൾ എന്തിനാണ് മറ്റുള്ളവരോട് പറയാതിരിക്കുന്നത്? അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് മാറിയ അനുഭവം ഞാൻ പലരോടും പറയാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് ആളുകൾ കിടന്നുകൊണ്ട് ഫോണിൽ സംസാരിച്ചിട്ട് ഞാൻ എൻ്റെ കൂടെ ഒരുപാട് ആളുകൾ ഇന്ന് പിന്നെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ ഇതും ഇന്ന് എൻ്റെ ഒരു ഫോൺ കോൾ മതി ഇന്ന് ഞാൻ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ. അപ്പോ അങ്ങനെയൊക്കെയുള്ള എൻ്റെ അനുഭവം അന്ന് കണ്ടവരിന്ന് ഇത് കേൾക്കുമ്പോൾ അവർക്ക് വേറെ ഒന്നും വേണ്ട, ഞാൻ പറയുന്നത് മാത്രം വിശ്വസിച്ചും കൊണ്ടാണ്. അപ്പോൾ അത്രയൊക്കെ നല്ലൊരു ഗുണമുള്ള ഒരു ന്യൂട്രീഷൻ ഉൽപ്പന്നങ്ങളാണ് നമ്മളെ കയ്യിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരോടും പറയും, എല്ലാവരും അത് ഉപയോഗിക്കുന്നുമുണ്ട്. ഉപയോഗിച്ച ആളുകൾക്ക് ഒരുപാട് ആളുകൾക്ക് ആ ഗുണവും കിട്ടുന്നുണ്ട്. അപ്പം എൻ്റെ അനുഭവം മാത്രം മതി മറ്റുള്ള ഒരുപാട് ആളുകൾ ഷോപ്പിൽ വന്നാലും അല്ലെങ്കിൽ പുറത്തുനിന്ന് എവിടുന്ന് ഞാൻ ഈ അനുഭവം പറഞ്ഞാലും എല്ലാവരും അത് വിശ്വസിക്കും. കാരണം അത്രയും കിടപ്പിലായ ഒരാളാ. കിടപ്പിലായി എന്ന് പറഞ്ഞാല് ഇനി ഈ പ്രായത്തിൽ ഞാൻ പൊന്തൂലെന്നാ ഞാൻ വിചാരിച്ചത്. അപ്പം ഇത്രയും ആയ സ്ഥിതിക്ക് എല്ലാവർക്കും വലിയൊരു അനുഭവം തന്നെയാ. അതുകൊണ്ട് എൻ്റെ ഈ പ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്രയും അനുഭവം, നല്ല അനുഭവം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് മറ്റൊരാൾക്ക് ഇത് പറയാൻ കഴിയാത്തതെന്ന് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് ഇത്രയൊക്കെ പറയാൻ കഴിയെങ്കിലും ബാക്കിയുള്ള യുവാക്കൾക്കും യുവതികൾക്കും ഒക്കെ ഒന്ന് നമ്മുടെ RCM ഉൽപ്പന്നങ്ങളും ന്യൂട്രീഷന്റെ സപ്ലിമെന്റും ഒക്കെ ഒന്ന് പറഞ്ഞാല് ഇഷ്ടംപോലെ ആളുകൾ നമ്മളുടെ കൂടെ വരാൻ തയ്യാറാവും. അത്രയും ഉപയോഗിച്ചവർ നമ്മളെ വിശ്വസിക്കുകയും നമ്മൾ ഉപയോഗിക്കുകയും നമ്മളെ വിശ്വസിക്കുകയും അത് വിശ്വസിച്ച് ഉപയോഗിച്ച സാധനം മറ്റുള്ളവരോട് പറയുകയും ചെയ്യണം. അല്ലാതെ വേറെ ഒരാളും പറഞ്ഞാൽ ആർക്കും വിശ്വാസമാവില്ല. ഉപയോഗിച്ചെങ്കിൽ മാത്രമേ എന്തും പറയാൻ പറ്റൂ. എല്ലാ ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ചത് കൊണ്ടാണെന്ന് എനിക്ക് നിങ്ങളുടെ മുന്നിൽ ഇത്രയും ധൈര്യത്തോടു കൂടി പറയാൻ കഴിയുന്നത്. ഇപ്പൊ ഞാന് ഉപയോഗിക്കാത്ത വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. എൻ്റെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടുപോയി. നഷ്ടപ്പെട്ട സമയത്ത് ഞാൻ വേറെ കണ്ണിന്റെ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചപ്പം 1 മാസം മരുന്ന് ചെയ്യാൻ പറഞ്ഞ് 1 മാസം മരുന്ന് വെച്ചിട്ട് നോക്കുമ്പോൾ യാതൊരു മാറ്റവും ഇല്ല. രണ്ടാമത് ഞാന് പിന്നെയും വീണ്ടും കാണിച്ചവൻ പറഞ്ഞ് ഇനി നിങ്ങൾ മരുന്ന് ഉച്ചിച്ചിട്ട് കാര്യമില്ല, നിങ്ങളൊരു കാര്യം ചെയ്യ്, ഒന്നേരെ കണ്ണൊന്ന് സ്കാൻ ചെയ്യ്, നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വന്നാൽ കണ്ണൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം, അതും ഒരു പരീക്ഷണം മാത്രമാണ്. ഈ പരീക്ഷണം ഒന്നും കൂടി നോക്കിക്കാളുകയെന്ന് വിചാരിച്ച് അങ്ങനെ ആ സ്കാൻ ചെയ്ത് അതിനുള്ള ഒരു മരുന്നും പിന്നെയും എത്തിച്ചപ്പോഴും യാതൊരു പ്രയോജനവും ഇല്ല. അപ്പോ ഡോക്ടർ പറഞ്ഞ് നിങ്ങളെ കണ്ണ് ഇനി ശരിയാവൂല, നിങ്ങളൊരു കാര്യം ചെയ്യ്, കണ്ണടയും മാറ്റണ്ട, നിങ്ങൾക്ക് കാഴ്ചയും ശരിയാവൂല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നിരാശപ്പെട്ടു പോന്നു. ഇനിയിപ്പം കാണിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പം എന്ത് ചെയ്യാനാ? അങ്ങനെയാണ് ഞാൻ ബ്രദറ് ന്യൂട്രിചാർജ് വ്യൂ കഴിക്കാൻ പറഞ്ഞു. അപ്പൊ വ്യൂ കഴിച്ചു നോക്കുമ്പോ 1 മാസം കൊണ്ട് തന്നെ ചെറിയ വ്യത്യാസം വന്നു. ഈ കണ്ണ് താനേ അടഞ്ഞു പോവും. അപ്പൊ അങ്ങനെ കുറച്ച് വ്യത്യാസം കണ്ടപ്പോ പിന്നെ പിറ്റേത്തെ മാസവും കഴിച്ച്
3 മാസം കഴിച്ചപ്പോ നല്ല കാഴ്ച. ഇന്നിപ്പോ എനിക്ക് കണ്ണട പോലും വേണ്ട. രാത്രി ആയാലും ഞാൻ വായിക്കും. കണ്ണട പോലും വേണ്ട. അപ്പോ അത്രയും നല്ല ഉൽപ്പന്നമാണ് ന്യൂട്രിചാർജ് ബിയു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പിന്നെ ഡോക്ടർ നെഞ്ചുവേദന വന്നപ്പോ എക്കോ ടെസ്റ്റിന് എഴുതി. എക്കോ ടെസ്റ്റിന് എഴുതിയ സമയത്താണ് ഡോക്ടർ പറയുന്നത് ഇപ്പം വലിയ കുഴപ്പമില്ല, പക്ഷേ ലേശം കൂടി ഏജ് ഓവർ ആകുമ്പോ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും വരൂന്ന് പറഞ്ഞു. അപ്പോ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് കയ്യിലേക്ക് വേദന കൂടുവോ നെഞ്ചുവേദന കൂടുവോ ചെയ്താൽ നിങ്ങൾ എന്തായാലും ഇവിടെ വരണോന്ന് ആ സ്പോട്ടിൽ. അപ്പോ ആന്നും പറഞ്ഞു. ഞാൻ സ്ഥിരമായിട്ട് വെജൊമേഗ കഴിക്കുന്നതും അതിനെപ്പറ്റി പഠിക്കുന്നതും കൊണ്ട് എനിക്ക് നെഞ്ചുവേദന വന്നപ്പോ ഞാനെന്ത് ചെയ്ത്, എൻ്റെ അനിയത്തിന്റെ മകന് വീട്ടിൽ വന്നപ്പോഴാണ് എനിക്ക് രാത്രി ഞാന് 9 മണിക്ക് അച്ഛന്റെ പെങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോ സംസാരിച്ചപ്പോഴാണ് എനിക്ക് നെഞ്ഞുവേദന വന്നത്. അപ്പൊ ഡോക്ടറിനോട് പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. ആദ്യമായിട്ടാണ് എനിക്ക് കയ്യിലേക്ക് വേദന വരുന്നത്, നെഞ്ചുവേദന. അങ്ങനെയായി ഞാന് അവനോട് ഞാൻ പറഞ്ഞ് എന്നാൽ എവിടെയും പോവാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ അടക്ക് മോനെ ഞാൻ ലേശം കിടക്കട്ടെ, സംസാരിക്കാനും പറ്റുന്നില്ല, ഞാൻ വിളിക്കാന്നും പറഞ്ഞു ഞാൻ കിടന്ന് ഒരു വെജമേഗ എടുത്ത് കിടന്ന സമയത്ത് 12 മണി വരെ ആ വന്ന വേദന സഹിച്ച് 12 മണിക്ക് ശേഷം അത് മാറി സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പൊ ന്യൂട്രിചാർജ് ബിയു കഴിച്ചതും ഗുണം തന്നെ, ഈ വെജോമേഗ കഴിക്കുന്നതും ഗുണം തന്നെ. പിന്നെ എനിക്ക് യൂട്രസിൽ മുഴയുണ്ട്. ഒരു മുഴയുണ്ട്. അത് എനിക്ക് യാതൊരു പ്രശ്നവും അതിനെ കൊണ്ടില്ല. ബ്ലീഡിങ് ഇല്ല, വേറെ മറ്റു കാര്യങ്ങളൊന്നും, വേദനയില്ല, ഒന്നുമില്ല. പക്ഷേ ഈ ഒരു RCM വരുന്നതിന്റെ ഒരു വർഷം മുമ്പ് എനിക്ക് ഒരു അടിവയറ്റുന്നൊരു വേദന അടിവയറ്റുന്ന വേദന വന്നപ്പോ ഞാൻ സഹിക്ക വയ്യാതെ ആയപ്പോ ഡോക്ടറെ വിളിച്ചു. അങ്ങനെ ഡോക്ടറെ വിളിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു നിങ്ങള് യൂറിൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് വരും. അപ്പൊ ഞാൻ രാവിലെ തന്നെ ടെസ്റ്റ് ചെയ്ത് ചെന്ന് അപ്പം വേഗം സ്കാനിങ്ങിനാണ് എഴുതിയത്. സ്കാൻ ചെയ്തിട്ട് വരാൻ. സ്കാൻ ചെയ്യാൻ പോയി നോക്കുമ്പോഴാണ് പുറമെ സ്കാൻ ചെയ്ത് നോക്കുമ്പം കാണുന്നില്ല, മുഴ കാണുന്നില്ല. അങ്ങനെ വീണ്ടും ഉള്ളും പുറവും ഒക്കെ സ്കാൻ ചെയ്ത് നോക്കിയപ്പം 15 വർഷമായി എന്റെ ശരീരത്തിൽ ആ മുഴ ഉണ്ടായിട്ട്. അപ്പോ എന്നോട് പറഞ്ഞു നിങ്ങള് ഇതൊന്നും ചെയ്യണ്ട, 15 വർഷം പഴക്കണ്ടീന്, നിങ്ങളൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞപ്പോ അവിടുന്ന് ഡോക്ടർ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടറും പറഞ്ഞത് ഒന്നും ചെയ്യണ്ട, ഒന്നും ചെയ്തിട്ടില്ല, ഞരമ്പിനെവിടെയോ ആയിരിക്കൂ, അതാണ് ഞരമ്പ് തളർന്നത്. അപ്പൊ ഞരമ്പ് തളർന്ന സമയത്ത് ഇത് ചെയ്യണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് തോന്നി ഇത് ഞരമ്പിനെവിടെയോ ആയിരിക്കും, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നത് അതാണ്. അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നപ്പം ഇതും കൂടി കേട്ടപ്പം പിന്നെ അന്ന് ഞാന് ഉപയോഗിച്ച നമ്മുടെ ന്യൂട്രിചാർജ് വുമൺ ഉപയോഗിച്ച ആ ഒരു ഗുണം ആണ് ഇന്നും ഞാൻ ആ 15 വർഷമായ സാധനം കൊണ്ട് ഞാൻ ഇപ്പോഴും നടത്തുന്നു. യാതൊരു അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ ഇപ്പൊ എനിക്ക് അതിനെ പറ്റിയില്ല. പക്ഷെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് ന്യൂട്രിചാർജ് വുമൺ കഴിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ എല്ലാ രോഗത്തിനും പറ്റിയ സാധനങ്ങളാണ് ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്നത്. ഏതൊരു ഉൽപ്പന്നം എടുത്ത് നോക്കിയാലും ഒരസുഖത്തിനോ 2 അസുഖത്തിനോ 4 അസുഖത്തിനോ പറ്റിയതല്ല. എല്ലാ അസുഖങ്ങളും ഈ ഓരോരോ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോഴും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ഉൽപ്പന്നങ്ങളും ഇന്നും കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഉൽപ്പന്നവും ഞാൻ നിർത്തിയിട്ടില്ല. ഇതിന്റെ ഗുണം കൊണ്ടാണ് ഞാൻ അത് നിർത്താത്തത്. എല്ലാ ഗുണങ്ങളും ഉള്ള ഒരു ഉൽപ്പന്നം നമ്മൾ നിർത്തി കഴിഞ്ഞിട്ട് വെറുതെ പിന്നെ അധികമാക്കണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാനൊരു ഉൽപ്പന്നവും നിർത്തലില്ല, അതെല്ലാം കഴിക്കൂ. പിന്നെ എനിക്ക് ഈ തൈറോയിഡും പിന്നെ എല്ല് തേയ്മാനം അതുണ്ട്. എല്ലാം ഈ പ്രായം കൂടി ഈ സമയത്തേക്ക് ഒന്നിച്ച് വന്നതാ. പിന്നെ അതെല്ലാം മാറി
നല്ലൊരു ആരോഗ്യത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇത്രയും സംസാരിച്ചത് എനിക്ക് അത്ഭുതം തന്നെ. പിന്നെ അത് ഞാൻ കഴിച്ച ഒരുപാട് 4 മരുന്നുകൾ തുടക്കത്തിൽ കഴിച്ചിട്ടുണ്ട്. ഇലവൈ തുളസി കഴിച്ച്, തവിടെണ്ണ, പിന്നെ ന്യൂട്രിചാർജ് വുമൺ, വെജൊമേഗ, ഇതൊക്കെ ഞാൻ സ്ഥിരം അന്ന് തുടക്കത്തിൽ കഴിച്ചതാ. പിന്നെ ഓരോന്ന് കൂട്ടി കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഇപ്പൊ എല്ലാ ഔഷധങ്ങളും ഇപ്പൊ ഞാൻ കഴിക്കുന്നുണ്ട്. അന്നൊന്നും എനിക്ക് കിഡ്സ് എന്താണ് പ്രോട്ടീൻ പിന്നെ എന്നോട് കഴിക്കേണ്ടെന്ന് പറഞ്ഞതാ. പ്രോട്ടീന് തൈറോയിഡ് നോർമൽ ആയതുകൊണ്ട് പ്രോട്ടീൻ കഴിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് പ്രോട്ടീൻ കഴിച്ചിട്ടില്ലായിരുന്നു. ഇവിടെ എല്ലാം കഴിക്കൂ. പോൾപ്രോ കഴിക്കുന്നുണ്ട്, കിഡ്സ് കഴിക്കുന്നുണ്ട്. എന്തൊക്കെയാ ഇത് RCM-ല് ന്യൂട്രിചാർജ് വരുന്നുണ്ടോ ഒക്കെ ഞാൻ വാങ്ങി കഴിക്കും. പിന്നെ വേണ്ടതും വേണ്ടാത്തതും ഒക്കെ. അതിനൊരു കാരണമുണ്ട്. എല്ലാവരോടും ഇമ്പക്ക് ഉപയോഗിച്ച സാധനമാണെങ്കിലേ ഇമ്പക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഉപയോഗിക്കാത്ത ഒരു സാധനം മറ്റുള്ളവരോട് നമുക്ക് പറയാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ഉപയോഗിക്കണമല്ലോ എന്ന് വിചാരിച്ച് എല്ലാം വാങ്ങും, ഉപയോഗിക്കും. എനിക്ക് വേണ്ടാത്ത സാധനവും കൂടി അനാർദനകോലി, പഞ്ചതുളസി, അജുമാകോലി, എന്തൊക്കെ സാധനം നമ്മളെ RCM-ലുണ്ടോ അതെല്ലാം ഞാൻ ഉപയോഗിക്കും. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇന്ന് മറ്റൊരാളോട് ഇത്രയും നന്നായിട്ട് സംസാരിക്കാൻ അത്രയും നന്നായിട്ട് സംസാരിക്കാൻ പറയും. അതുകൊണ്ട് എല്ലാ ഔഷധങ്ങളും ഉപയോഗിക്കുന്നത് കൊണ്ടായിരിക്കാം ഇന്നെനിക്ക് പിന്നെ ഇന്നെനിക്ക് പറയാനുള്ളത് എൻ്റെ അനുഭവം ഒക്കെ നല്ല അനുഭവമാണ്. എല്ലാ അനുഭവങ്ങളും എനിക്ക് നല്ല അനുഭവങ്ങളെ പറയാനുള്ളൂ. പിന്നെ ഞാൻ പലരെയും RCM-ലേക്ക് കൊണ്ടുവന്ന് ഒരുപാട് ആളുകൾ എൻ്റെ കൂടെ ജോയിൻ ചെയ്ത് ഒരുപാട് ആളുകൾ ഇന്ന് ആരോഗ്യത്തോടു കൂടെ ജീവിക്കുന്നുമുണ്ട്. ഇപ്പോഴും അവരൊക്കെ ഇതെല്ലാം വാങ്ങി കഴിക്കുന്നുണ്ട്. എല്ലാവർക്കും അതിന്റെ ഗുണം കിട്ടുന്നുമുണ്ട്. അതിൽ ഒരാളാണ് എൻ്റെ അനിയത്തി. എൻ്റെ അനിയത്തിക്ക് പിന്നെ ഒരു യൂട്രസിലൊരു മുഴയുണ്ട്. അവൾക്ക് ബ്ലീഡിങ് എന്നും ബ്ലീഡിങ് അങ്ങനെ ബ്ലീഡിങ് ആയപ്പം അവിടെ KMCT-ന്ന് അവളെ പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്നും പറഞ്ഞു ഇവിടെ ബുക്ക് ചെയ്ത് പോയിക്കോളിന്ന് പറഞ്ഞു. അപ്പം അവൾക്ക് എല്ലാ പിന്നെ ഈ ബ്ലീഡിങ് ഉള്ളത് കൊണ്ട് ഒന്നും അവര് വേറെ ഒന്നും ചെയ്യാണ്ട് ഓപ്പറേഷത്തിന് എഴുതി. അപ്പം ഞാൻ പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്യാൻ അവിടെ നിൽക്കട്ടെ. അപ്പൊ അവളുടെ മകളെ ഭർത്താവ് പറഞ്ഞ് എന്നാലും വേറൊരു ഡോക്ടറെയും കൂടി കാണിക്കുകയാണ്. അപ്പം മെഡിക്കൽ കോളേജിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ച്. ആ ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ച സമയത്ത് അവര് പറഞ്ഞ് ബ്ലീഡിങ് നിൽക്കട്ടെ, പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണ്ട, ബ്ലീഡിങ് നിന്നിട്ട് സ്കാൻ ചെയ്ത് വരാൻ. 3 ആഴ്ചത്തെ ഗുളികയും കൊടുത്ത് 3 ആഴ്ച ഗുളിക കഴിച്ചപ്പം ബ്ലീഡിങ് നിന്ന് ഒരു 6 മാസം തികഞ്ഞിട്ടില്ല. അപ്പോഴാണ് എന്തൊക്കെയോ ആരോഗ്യ പ്രശ്നങ്ങൾ വന്ന് ഇങ്ങനെ എന്താണെന്ന് ഡോക്ടർക്ക് പോലും മനസ്സിലാകുന്നില്ല. അങ്ങനെ അവസാനം പിന്നെ അവിടെ പിന്നെ പനി, കഫക്കെട്ട്, ശ്വാസം മുട്ട്, വയറ് വീർക്കുക, ശോധനക്കുറവ്, എന്തൊക്കെയോ അസ്വസ്ഥതകൾ വന്ന് ബ്ലീഡിങ് ഇല്ല. അപ്പൊ ഇതെല്ലാം കണ്ടപ്പോഴും എന്താണെന്ന് മനസ്സിലാകാണ്ട് കൊണ്ടു നടക്കുക. അങ്ങനെ ഞാൻ പറഞ്ഞു നമ്മൾക്ക് പിന്നെ ഒന്ന് ബോഡി സ്കാൻ ചെയ്ത് നോക്കുക. ഷായി സാറ് വരുന്ന ദിവസം ഞാൻ ഇങ്ങോട്ട് വിളിച്ച് ബോഡി സ്കാൻ ചെയ്ത് അപ്പം തന്നെ ഷായി സാറ് പറഞ്ഞിട്ടുണ്ട് കുറച്ച് പിന്നെ പുറത്ത് പോവാനുണ്ട് കേടുകളൊക്കെ. അപ്പൊ അങ്ങനെ പറഞ്ഞത് കൊണ്ട് പിന്നെ പേടിച്ചില്ല. അങ്ങനെ ബയോളജി കൊടുത്ത് ന്യൂട്രിചാർജ് വുമൺ, വെജൊമേഗ, ബയോളജി ഇതെല്ലാം കഴിച്ചപ്പോ ഒരാഴ്ച കഴിച്ചപ്പം എന്തൊക്കെയോ അസ്വസ്ഥതകള് എന്തൊക്കെയോ പുറത്തേക്ക് പോയി. 12 ദിവസം അത് ഒക്കെ പോണ്ടതൊക്കെ പുറത്തു പോയതിന്റെ ശേഷം
പിന്നെ താനേ മാറി. എല്ലാ വേദനയും മാറി. വലിയൊരു അത്ഭുത. എല്ലാ വേദനയും അതിനോട് കൂടി മാറി എന്ന് പറയുമ്പോൾ ഓളിപ്പോ ആരോഗ്യത്തോടു കൂടെ ഓടിച്ചാടി നടക്കുന്നുണ്ട്. ഇന്നിപ്പം മെഡിക്കൽ കോളേജിൽ മോളെ പ്രസവത്തിന് പോയിരിക്ക. അപ്പോ ഒരു അസുഖവും പിന്നെ ഉണ്ടായിട്ടില്ല. പഞ്ചതുളസി, കഫക്കെട്ടിന് പഞ്ചതുളസി കഴിക്കലുണ്ടായിനി. പിന്നെ ന്യൂട്രിചാർജ് പോകണം, എല്ലാം കഴിക്കുകയിനി. ഇപ്പോഴൊന്നും വേണ്ട. എന്നാലും ഞാൻ പറഞ്ഞു നിർത്തണ്ട. ന്യൂട്രിചാർജ് വേണം, വെജോമേഗി, പ്രോട്ടീനും ഒക്കെ കഴിക്കുന്നുണ്ട്. പോലെ തന്നെ നല്ല സന്തോഷത്തിലാ. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. കുട്ടികൾക്ക് പോലും താല്പര്യമില്ലാണ്ടാണ് ഞാനിങ്ങനെ ഇത് ന്യൂട്രിചാർജിനെ പറ്റി പറഞ്ഞതും കഴിച്ചതും ഒക്കെ. കുട്ടികൾക്ക് അറിയില്ല എന്താണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഡോക്ടർമാര് പറയുന്നതല്ലേ നല്ലത്, ശരി, മരുന്നില്ലാതെ എങ്ങനെയാ ജീവിക്കുക എന്നൊക്കെയാണ് ഓരോ വിചാരം. കുട്ടികളല്ലേ. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇതെല്ലാം കഴിച്ച് അവളും രക്ഷപ്പെട്ടു. അപ്പൊ എല്ലാ ഉൽപ്പന്നങ്ങളും നമുക്ക് ഇന്ന് RCMല് ഉണ്ട്. ഇനി നമ്മള് അത് വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ മാത്രം മതി. നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുക, ആദ്യം വിശ്വസിക്കുക, പിന്നെ ഉപയോഗിക്കുക. ഉപയോഗിച്ചിട്ട് ആ വിശ്വാസം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. മറ്റുള്ളവരോട് എത്തിക്കുന്ന കാര്യം അന്നേരമാണ് അവർക്കും മനസ്സിലാകുന്നത് ഇത് ഇത്രയും ഗുണമുള്ള സാധനമാണ്. എന്തായാലും ഒരുപാട് കാര്യങ്ങള് നമുക്ക് RCMനെ പറ്റി പഠിക്കാനുണ്ട്, കേൾക്കാനുണ്ട്. ഇതെല്ലാം നമ്മള് പഠിക്കുമ്പോഴാണ് നമുക്ക് RCMന്റെ വില മനസ്സിലാകുന്നത്. RCMന്റെ ഉൽപ്പന്നം ഉപയോഗിച്ച് തുടങ്ങിയവര് പിന്നെ അത് നിർത്തൂല. എന്ത് സാധനവും, ഫുഡ് ഐറ്റംസ് ആയാലും. ഞാൻ അന്ന് 2 വർഷമായി ഞാൻ പുറത്തു പോയി ഒരു സാധനം വാങ്ങിയിട്ട്. എല്ലാ RCMും തന്നെയാ. അതുകൊണ്ട് തന്നെ ഞാനിപ്പം 5000 PV ഞാൻ ചെയ്യുന്നുണ്ട്. ഫ്രീ പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്. ന്യൂട്രിചാർജിൻ്റെത് വേറെ കിട്ടുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. ഇതെല്ലാം എനിക്ക് സാധ്യമായത് ഈ RCMനെ വിശ്വസിച്ചത് കൊണ്ട് മാത്രമാണ്. അപ്പം ഞാൻ ഇത്രയും കാര്യങ്ങള് എന്റെ അനുഭവം മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തന്നെ പറഞ്ഞോളാന്ന് പറഞ്ഞത്. എനിക്കിന്ന് എന്തെല്ലാം അനുഭവങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ ചുറ്റുപാടിൽ മാത്രമേ ഇത് അറിയുന്നുള്ളൂ. അപ്പൊ പുറത്തുള്ള പലർക്കും അറിയില്ല എന്റെ അനുഭവം. ഒരുപാട് ആളുകൾ ഇവിടെ ഷോപ്പിലൊക്കെ വരുന്ന സമയത്ത് ഇഷ്ടംപോലെ ആളുകൾ എന്റെ അനുഭവം പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും അവർക്ക് കാര്യങ്ങള് പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. അവരത് മറ്റുള്ളവരോട് പറയുന്നുമുണ്ട്. ഇന്ന് ഞാന് ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ ആരോഗ്യത്തോടു കൂടെ നിൽക്കുന്നത് നമ്മുടെ ഈ ന്യൂട്രീഷൻ സപ്ലിമെന്റ് തന്നെയാ. പിന്നെ എല്ലാ ഉൽപ്പന്നം പ്രോട്ടീൻ കൊണ്ടാണ് നമ്മുടെ എല്ലാ നഖം തൊട്ട് മുടി വരെ പ്രോട്ടീൻ കൊണ്ടുണ്ടാക്കുന്ന. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രോട്ടീനിന്റെ കുറവ് കൊണ്ട് പല അസുഖങ്ങളും ഉണ്ടാവും. ആ പ്രോട്ടീൻ ശരീരത്തിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ ഓരോരോ രോഗത്തിന്റെയും ഗുണം നമ്മളാ മനസ്സിലാക്കുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ ന്യൂട്രിചാർജ് തന്നെ പറയാ. ഈ വെജോമേഗയാണ് ഞാന് തൈറോയിഡിനും പിന്നെ പിന്നെ ഷുഗറിനും ക്യാൻസർ വരെ മാറുന്നതാണ് ഈ വെജോമേഗ. ന്യൂട്രിചാർജ് ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല. ന്യൂട്രിചാർജ് എടുത്ത് കാണിക്കാൻ എൻ്റെ ഇവിടെ ഇല്ല, ഇപ്പൊ തീർന്നു പോയി. അപ്പൊ അതുകൊണ്ട് ന്യൂട്രിചാർജിന്റെ ഗുണം ഒരുപാടാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളിൽ പുരുഷന്മാരെക്കാട്ടിലും സ്ത്രീകൾക്കാണ്. പുരുഷന്മാർക്കൊരു 33 പോഷകങ്ങൾ മതിയെങ്കിൽ ഒരു സ്ത്രീക്ക് അത് പോരാ. ഒരു സ്ത്രീക്ക് അതിലും കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പം ന്യൂട്രിചാർജ് വുമൺ എന്ന് പറയുന്ന ഈ ഉൽപ്പന്നത്തിന്
50 പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിൽ 13 തരം വൈറ്റമിൻസ് ഉണ്ട്, 13 തരം മിനറൽസ് ഉണ്ട്, പിന്നെ 13 തരം ഫ്രൂട്ട്സിന്റെ സത്തുണ്ട്, 6 ബൊട്ടാണിക്കൽസ് ഉണ്ട്, 5 അമിനോ ആസിഡുകൾ ഉണ്ട്. അങ്ങനെ 50 പോഷകങ്ങളുള്ള ഒരു ഗുളിക രൂപത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഒരു ദിവസം വേണ്ട എല്ലാ പോഷകങ്ങളും ആ ഒരു ഗുളികയിലുണ്ട്. ആ ഒരു ഗുളികയാണ്, ആ ഒരു ഗുളിക ദിവസം ഒന്ന് മാത്രം കഴിച്ചാൽ മതി. അതിൽ നമ്മളെ ശരീരത്തിന് വേണ്ട ഒന്നിലും കിട്ടാത്ത എല്ലാ പോഷകങ്ങളും ആ ഗുളികയിലുണ്ട്. അത് അത്രയും നല്ലൊരു ഉൽപ്പന്നമാണ്. സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരുപാട് അസ്വസ്ഥതകൾക്ക്, പീരിയഡ് സംബന്ധമായിട്ടുണ്ടാകുന്ന യൂട്രസിൽ മുഴ, ക്യാൻസർ, പിന്നെ ബ്ലീഡിങ്, പിന്നെ താഴ്ച, യൂട്രസിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇതെല്ലാം മാറാൻ ഇത് ഒരൊറ്റ ഗുളിക നമ്മൾ ദിവസം സ്ഥിരമായിട്ട് കഴിച്ചാൽ മതി. വേറെ ഒന്നും നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിലും അത് കഴിച്ചാൽ സ്ത്രീകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ നല്ല മാറ്റം ഉണ്ടാവും. പലരോടും ഇങ്ങനെ പീരിയഡിന്റെ കാര്യം പറയുമ്പോഴും മറ്റു പല കാര്യങ്ങളും പറയുന്ന സമയത്ത് ഞാൻ ഈ ന്യൂട്രിചാർജ് വുമൺ വെജ് ഒമേഗയും കഴിക്കാൻ പറയും. പിന്നെ അതുപോലെ തന്നെ ഷുഗർ കൂടുതലുള്ള ആളാണെങ്കിൽ നമ്മള് ഗിലോയ് തുളസി കഴിക്കാം. തുളസി തന്നെ ചിറ്റാമൃതം തുളസിയാണ്. ചിറ്റാമൃതം എന്ന് പറഞ്ഞാൽ പണ്ടേ അറിയുന്ന ഒരു ചിറ്റാമൃതം തുളസിയും പണ്ടേ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ചിറ്റാമൃത്. അതൊരു വള്ളിയാണ്. അത് അത് പടർത്തുന്നത് വേപ്പിന്റെ മുകളിലാണ്. വേപ്പിൽ നിന്ന് ആണ് അത് കൃഷി ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വേപ്പിന്റെ ഗുണവും ചിറ്റാമൃതന്റെ ഗുണവും അതിനുണ്ടാവും. പിന്നെ അപ്പം ബുദ്ധിശക്തിക്കും എല്ലാ ഇതിനും ആ ചിറ്റാമൃത് വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ തുളസിയുടെ ഗുണം നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ ഗുണങ്ങളും തികഞ്ഞതാണ് തുളസി. അപ്പൊ ഇത് രണ്ടും മൂന്നും കൂടി ചേരുന്ന സമയത്ത് അതിന്റെ ഗുണം കുറച്ചൊന്നുമല്ല. ഇപ്പം നമ്മുടെ ചർമ്മത്തിലുണ്ടാകുന്ന കുരുക്കൾക്കും പിന്നെ വേറെ ഒരുപാട് അസുഖങ്ങൾക്കൊക്കെ ഈ ഗിലോയ് തുളസി നല്ലതാണ്. ഇനി അതിലും കൂടുതൽ പിന്നെ ഷുഗർ ഉണ്ടെങ്കിൽ നമുക്ക് റൈസം പ്രോഡക്റ്റ് ഉണ്ട്, അത് ടാബ്ലറ്റ് ഉണ്ട്. അപ്പൊ ടാബ്ലറ്റ്സ് അത് കഴിച്ചാൽ മാത്രം മതി എത്ര ഷുഗർ ഉള്ള ആൾക്കും നോർമൽ ഞാൻ 1 മാസം അത് കഴിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ എനിക്ക് ഷുഗർ കുറഞ്ഞ്. പിന്നെ ഞാൻ അത് കൂടുതൽ കഴിച്ചാല് അതില് ചക്കരക്കൊല്ലി അങ്ങനെ സാധനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കൂടുതൽ കഴിക്കണ്ട ഞാൻ പിന്നെ നിർത്തിക്കാഞ്ഞ. ഇപ്പൊ ഞാൻ ഗിലോയ് തുളസി ഒരു നേരം മാത്രമേ കഴിക്കൂ. ഷുഗർ നോർമൽ ആണെങ്കിലും ബാക്കി എല്ലാത്തിനും പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഗിലോയ് തുളസി. അപ്പൊ തവിടെണ്ണ എന്ന് പറയുന്നത് അതിലും തവിടെണ്ണ ഒരു 9 കിലോ തവിടിൽ നിന്നും പിഴിഞ്ഞെടുക്കുന്നതാണ് ആ തവിടെണ്ണ. ആ തവിടെണ്ണയ്ക്ക് പണ്ടേ തവിട് എന്ന് പറഞ്ഞാൽ തന്നെ പോഷക ഗുണങ്ങളുള്ള ആ തവിടിൽ നിന്ന് എടുക്കുന്നതാണ്. പലരും ചോദിക്കും തവിടിൽ നിന്ന് എണ്ണ കിട്ടുമെന്ന്. അപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ എല്ലാരും ഉപയോഗിക്കും. അപ്പൊ ഇവിടെ ഷോപ്പിൽ തന്നെ തവിടെണ്ണ കൊണ്ടുവരുന്നേ കാണുന്നുള്ളൂ. പെട്ടെന്ന് ഇവിടെ തീർന്നുകൊണ്ട്. തവിടെണ്ണ എനിക്ക് അത്രയും ഗുണമുണ്ട്. ഇപ്പൊ കൊളസ്ട്രോള് കുറയും, പിന്നെ ഈ ബ്ലോക്ക് അറ്റാക്ക്, ഹൃദയ സംബന്ധമായ എന്തൊക്കെ ഉണ്ടോ ഈ കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ടാണ്. അതിനൊക്കെ കൊളസ്ട്രോള് നല്ലതാണ്. അങ്ങനെയൊക്കെയുള്ള പല ഗുണങ്ങളും തവിടെണ്ണയ്ക്കുണ്ട്. അതുപോലെ തന്നെ അപ്പം കിലോയ്സുള്ളത് തവിടെണ്ണ. പിന്നെ ന്യൂട്രിചാർജ് വേണം പറഞ്ഞ്, വെജ് ഒമേഗയും പറഞ്ഞ്. ഇതൊക്കെ ന്യൂട്രിചാർജ് വ്യൂ കണ്ണിന്റെ കാഴ്ചയ്ക്കും പറഞ്ഞു. ഇതൊക്കെ ഗുണങ്ങള് എനിക്ക് കിട്ടിയ ഗുണങ്ങളാ. അല്ലാതെ എല്ലാത്തിനും ഇതിലും കൂടുതൽ ഗുണമുണ്ട്. എന്റെ അനിയത്തിക്ക് ഗിലോയ് തുളസിയും പിന്നെ തവിടെണ്ണയും
പിന്നെ ഇത് ബയോ ഏജ്, ന്യൂട്രിചാർജ് വുമൺ, പിന്നെ ഇതെല്ലാം പിന്നെ വജോമേഘ ഇതെല്ലാം കഴിച്ചിരിക്കുന്നു. ബയോ ഏജ് എന്ന് പറഞ്ഞാല് നമുക്ക് ലിവറിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നത്തിനും തൈറോയിഡ് പിന്നെ ലിവർ എല്ലാ ഉള്ളിൽ എന്ത് അസുഖം ഉണ്ടെങ്കിലും പുറത്തു പോകുന്ന ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണ് ബയോ ഏജ്. അപ്പൊ ഇതെല്ലാം കൂടി നോക്കുകയാണെങ്കിൽ ഇതെല്ലാം കഴിച്ചാൽ തന്നെ മതി നമ്മുടെ ആരോഗ്യത്തിന് കിട്ടാൻ. പിന്നെ ഞാൻ തുടർച്ചയായിട്ട് ഞാൻ വാങ്ങുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും എനിക്ക് പിന്നെ 5000 PV ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പൊ 5000 PV ചെയ്തുകൊണ്ട് ഇന്ന് 5000 PV ചെയ്തുകൊണ്ട് തന്നെ ഞാന് ഇന്ന് പിന്നെ ഇവിടുന്ന് സാധനം വാങ്ങി ഉപയോഗിക്കുകയും ബാക്കി ന്യൂട്രിചാർജിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും അപ്പം RCM തരും, ന്യൂട്രി ചാർജിൽ നിന്നും തരും. ഇത് രണ്ടും ഞാൻ വാങ്ങി ഈ മാസം. അപ്പോൾ ഇത്രയൊക്കെ നല്ല നല്ല ഉൽപ്പന്നങ്ങളാണ് നമ്മളുടെ PCG നമുക്ക് PCG നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ആരോഗ്യം, സന്തോഷവും, സമ്പത്തും, സമാധാനവും അതോടൊപ്പം തന്നെ വരുമാനവും കിട്ടും. പിന്നെ ആരോഗ്യമാണ് സമ്പത്ത്. ആരോഗ്യമില്ലെങ്കിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല. ഒരു കാര്യവും നമുക്ക് വരുമാനം എത്ര ഉണ്ടായിട്ടും ആരോഗ്യം ഇല്ലെങ്കിൽ കിടന്ന കിടപ്പിലായി പോയാൽ സമ്പത്ത് എത്ര ഉണ്ടായിട്ടും കാര്യമില്ല. അപ്പം നമ്മളെ ശരീരം നമ്മളാണ് സൂക്ഷിക്കേണ്ടത്. നമ്മൾ ഓരോരുത്തരുമാണ് നമ്മളുടെ ശരീരം ആരും നോക്കുന്നില്ല. ഈ ജീവിതശൈലി രോഗങ്ങളാണ് ഈ ഷുഗർ, കൊളസ്ട്രോൾ, ഇതൊക്കെ ജീവിതശൈലിയിൽ വരുന്നതാ. ധാരാളം വെള്ളം കുടിക്കുക, ഭക്ഷണത്തോടൊപ്പം വെള്ളം കുടിക്കാതിരിക്കുക. പിന്നെ ഒരു 20 കിലോ തൂക്കമുള്ള ഒരാള് 1 ലിറ്റർ എന്ന കണക്കില് വെള്ളം കുടിക്കണം. അപ്പോൾ അങ്ങനെ വെള്ളം കുടിച്ചെങ്കിൽ മാത്രമേ നമ്മളെ ഉൽപ്പന്നങ്ങൾക്കൊക്കെ ഗുണം ചെയ്യൂ. ന്യൂട്രിചാർജ് വുമണൊക്കെ കഴിക്കുമ്പോൾ വെള്ളം നല്ലോണം കുടിക്കണം, അല്ലെങ്കിൽ അതിന് ഗുണം കാണൂല. അപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച എൻ്റെ ബ്രദറെ വൈഫ് എൻ്റെ പിന്നെ എന്നോട് പറഞ്ഞ് ബോഡിക്കാനുള്ളതെന്ന് എന്നോട് പറയണമെന്ന്. അങ്ങനെ വന്ന് പറഞ്ഞപ്പോ അവളെ ഇവിടെ വന്ന് ഇതൊക്കെ ചെയ്ത് അതിന് ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങിപ്പോയി. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഇന്നലെ എന്നെ വിളിച്ചു, ഷുഗർ 40 കുറഞ്ഞെന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഇന്നലെ 40 കുറഞ്ഞ് ഗിലോയ് തുളസി കഴിച്ചിട്ട് ഇനി കഴിക്കാൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞ് കഴിക്കാൻ പറ്റൂ, അത് നോർമലായി നിൽക്കുകയുള്ളൂ, പിന്നെ അത് എനിക്ക് പിന്നെ കുറയൂല. അപ്പൊ ഒരു നേരം കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അവള് അത് കഴിച്ച് അവൾക്ക് ഗുണമുണ്ട്. ആരോട് പറഞ്ഞാലും നമ്മുടെ ഉൽപ്പന്നം ആരോട് പറഞ്ഞാലും അത് പിന്നെ ഗുണത്തിലേക്ക് എത്തും. ഗുണം ചെയ്യുന്നത് പലരും അറിയുന്നില്ല. പലരും ഇതിനെപ്പറ്റി കേൾക്കുക എന്നല്ലാണ്ട് അത് ഉപയോഗിക്കുന്നില്ല. ഉപയോഗിച്ച് നോക്കിയാൽ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങള് നമ്മൾ അവരോട് പറയുമ്പോൾ അവര് ഉപയോഗിക്കാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ അവർക്ക് ഈ ഇംഗ്ലീഷ് മരുന്നെന്ന് പറയുന്നത് തന്നെ എല്ലാവരും വിചാരം ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചാലാണ് രോഗം മാറുക. പക്ഷെ ഇംഗ്ലീഷ് മരുന്ന് ഒരു വേദന സംഹാരിയാണ്. അത് അന്നേരം ഗുണം കിട്ടും. പിന്നെ അതിന്റെ ഗുളികേന്റെ ഒരു ഇത് കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും വേദന വരും. അപ്പൊ അത് ഇംഗ്ലീഷ് മരുന്നാണ് നല്ലതെന്നും പറഞ്ഞിട്ടാണ് എല്ലാവരും ഇംഗ്ലീഷ് മരുന്നിന്റെ കൂടെ പോകുന്നത്. അതിന്റെ ദോഷം എത്രത്തോളം ഉണ്ടെന്ന് ഒരാൾക്കും അറിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് വലിയൊരു സമ്പത്ത് തന്നെയാണ്. ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എവിടെയും
നിവർന്ന് നിന്ന് സംസാരിക്കാൻ പറ്റും ആരോഗ്യം ഉണ്ടെങ്കിൽ. ഞാനൊക്കെ എന്റെ അവസ്ഥ വിചാരിക്കുകയാണെങ്കിൽ ഒരു ദിവസം പോലും ഞാൻ ജീവിക്കണ്ടാന്ന് തോന്നിപ്പോയി. എന്തിനാണ് ജീവിക്കുന്നത്? കിടന്ന കിടപ്പില് കിടക്കുന്ന ഒരാള് ജീവിക്കണം എന്ന് തോന്നൂല. ഇന്ന് എനിക്ക് ജീവിക്കണം എന്നാണ് തോന്നുന്നത്. എന്റെ 74-ാം വയസ്സിലും ഞാന് ഇത്രയും സന്തോഷമുള്ള എനിക്ക് പിന്നെ ഇനി ജീവിക്കാനല്ല തോന്നൂ, മരിക്കാൻ തോന്നൂല്ലോ. അതുകൊണ്ട് ഞാന് പിന്നെ വീണ്ടും വീണ്ടും എല്ലാരോടും ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പറയാൻ എനിക്ക് ഒരു വിഷമവും ഇല്ല. എല്ലാരോടും ഞാൻ ആശയം പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്റെ അനുഭവം പറയൂ, ന്യൂട്രിചാർജിന്റെ ഗുണം പറയൂ, ആശയം ഫുഡ് ഐറ്റംസിന്റെ ഗുണം പറയും, എല്ലാം പറയും, എല്ലാം പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. എല്ലാവർക്കും ഗുണം ചെയ്യുന്നുമുണ്ട്. ഇന്നലെ എൻ്റെ അച്ഛന്റെ പെങ്ങളെ മോന്റെ കുട്ടിയാ. അവന് കുട്ടിക്ക് ഒരു എന്താ പറയാ, ഒരു പൊക്കം തീരെയില്ല, പൊക്കമില്ല, വളർച്ചയില്ല. 7 വയസ്സായ കുട്ടിയാ. പക്ഷെ ആ കുട്ടിക്ക് ഡോക്ടർ പറഞ്ഞിരിക്കുന്നു എത്ര ആയാലും ഒരാളായാലും 2 ഇഞ്ച് കുറയുമെന്ന്. ഒരിക്കലും നീളം വെക്കൂല എന്നുള്ളതാണ്. അപ്പൊ ആ കുട്ടിയുടെ അമ്മയ്ക്ക് ആകെ ടെൻഷനായി. ഇത് കേട്ടിട്ട് കരച്ചിലും വിളിച്ചിട്ടും ഒക്കെയാ. അപ്പൊ അങ്ങനെയൊക്കെ ആയ സമയത്ത് എന്നോട് എൻ്റെ അച്ഛന്റെ പെങ്ങൾ ഇങ്ങനെ പറഞ്ഞ്, ഇങ്ങനെയാണ്, അതിനെന്തെങ്കിലും ഉണ്ടോ അവിടെ? അപ്പൊ ഞാൻ പറഞ്ഞ ന്യൂട്രിചാർജ് കിഡ്സ് കൊടുത്തോളാൻ പറഞ്ഞു. അപ്പൊ അവിടെ കൊണ്ടു കൊടുത്തു. അത് കുട്ടികൾ 2 ആളും കഴിക്കുന്നുണ്ട്. ഇന്നലെ ഞാൻ വിളിച്ചിരുന്നു. ഇന്നലെ വിളിച്ചപ്പം പറഞ്ഞ് ഓ 2 ആളും കഴിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു അത് കഴിച്ചിട്ട് 2 ആളും കഴിച്ചോട്ടെ, കഴിച്ചു കഴിഞ്ഞിട്ട് തീരുമ്പം വേറെ വാങ്ങിയിട്ട് 2 ആൾക്കും കൊടുക്കാൻ. അപ്പോ ഒരു മാസം കഴിച്ചാൽ അറിയാം അതിന്റെ റിസൾട്ട്. അപ്പൊ അതുപോലെ നമ്മൾക്ക് പറയാൻ നമ്മൾക്ക് എന്തിനാണ് മടിക്കുന്നത്? എനിക്ക് അതാണ് മനസ്സിലാത്തത്. പറയാൻ ഒരു മടിയും വേണ്ട. RCM എന്താണെന്നും RCM ഉൽപ്പന്നങ്ങൾ എന്താണെന്നും അറിയെങ്കിൽ മടിക്കണ്ട. RCM എന്ന് പറയുന്നത് തന്നെ ഒരു റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ് ആണ്. ശരിയായ വിപണന രീതി, ഈ അതായത് ഡയറക്ട് സെല്ലിംഗ് മാർക്കറ്റിംഗ്, ഒരു ഇടനിലക്കാരോ പരസ്യക്കാരോ ഒന്നുമില്ലാതെ നമ്മളിലേക്ക് നേരിട്ട് എത്തിക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോ അത് നമ്മള് പറഞ്ഞുകൊണ്ടേയിരിക്കുക. എല്ലാവർക്കും പറയാനുള്ള കഴിവ് കിട്ടാത്തത് പറയാത്തത് കൊണ്ടാ. അത് പറയണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. അത് നമ്മൾ ഉപയോഗിച്ച് നോക്കുക. ഉപയോഗിക്കുമ്പം നമുക്ക് പറയാനുള്ള കഴിവും കിട്ടും. ഞാനിന്ന് എല്ലാരോടും പറയുന്നത് കഴിക്കാനാ. കാരണം കഴിക്കാൻ എനിക്ക് പറയാൻ ധൈര്യമുണ്ട്. ധൈര്യമുള്ളത് കൊണ്ടാണല്ലോ ഞാൻ പറയുന്നത്. അപ്പൊ ഓരോരുത്തരെയും എന്താണ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ് RCMല് വിജയമില്ലാത്തത്. എല്ലാവർക്കും അറിയാം, പക്ഷേ ഉപയോഗിച്ച് നോക്കാതെ ഒരാളും അതിന്റെ ഗുണം പറഞ്ഞു കൊടുക്കാൻ പറ്റൂല. അപ്പൊ ഉപയോഗിക്കുക, നമ്മൾ വിശ്വസിക്കുക, വിശ്വസിച്ചിട്ട് നമ്മൾ മറ്റുള്ളവരോട് പറയുക. ഒരുപാട് അനുഭവങ്ങളുടെ ഇതിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പം അനുഭവങ്ങള് ആണ് ഒരു അനുഭവം ആണ് ഗുരു. എത്ര പാഠങ്ങൾ നമ്മൾ പഠിച്ചാലും അനുഭവത്തിന് തുല്യാവൂല. അപ്പൊ അതാണ് അനുഭവം. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾക്ക് അറിയണോ അതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പൊ അത് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നതൊക്കെ. സ്ത്രീകൾക്ക് വളരെ നല്ലൊരു പ്രോഡക്റ്റ് ആണ് ന്യൂട്രിചാർജ് വുമൺ. ഏതൊരു സ്ത്രീകളോടും പറഞ്ഞു കൊടുത്താൽ അവര് കേൾക്കാൻ തയ്യാറാവും. പക്ഷെ അത്രയും അനുഭവിക്കുന്നുണ്ട്.
സ്ത്രീകൾക്കുണ്ടാകുന്ന പല വിഷമങ്ങളും അവര് തുറന്ന് പറയാനോ കാണിക്കാനോ മറ്റൊരാളോട് ഒന്നും മിണ്ടാതെ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ചിലര് ചെറിയ കുട്ടിപ്രായത്തിൽ തന്നെ യൂട്രസ് എടുത്ത് കളയുക. യൂട്രസിന്റെ വില എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം യൂട്രസിനാണ് ബലം. ആ ഒരു ബലം നമ്മള് ഇല്ലാതെയാക്കുക ചെയ്യുന്നത്. എന്റെ വീടിന്റെ അടുത്തുണ്ട് ഒരു ചെറിയ പ്രായത്തിലുള്ള കുട്ടിയാ, 2 കുട്ടികളേ ഉള്ളൂ, ചെറിയ കുട്ടികള്. അപ്പൊ ആദ്യം ഒരു മുഴ വന്ന്, പ്രായം കഴിഞ്ഞിട്ടില്ല, അതിനെ കൊണ്ട് മുഴ മാത്രം എടുക്കുകയെന്ന് പറഞ്ഞു. മുഴ എടുത്തു കഴിഞ്ഞ് 1 വർഷം തികയുന്നതിന് 2 മുഴ പിന്നെയും വന്നു. അപ്പം യൂട്രസ് എടുത്തു കളഞ്ഞ്. ഒടുവില് ഈ ഗർഭപാത്രത്തിന്റെ വില എന്താണെന്ന് മനസ്സിലാകുന്നില്ല ആർക്കും. അപ്പൊ ആ ഒരു ഇതിനൊക്കെ നമുക്ക് നല്ലത് ന്യൂട്രിചാർജ് കഴിക്കുന്നതാ. അപ്പൊ അത് പലരും വിചാരിക്കുന്ന എന്താ, പലർക്കും വിചാരം അത് എടുത്തു കഴിഞ്ഞല്ലോ കാര്യമെന്ന്. പക്ഷെ അതല്ല. ഇവളൊരു ദഹിപ്പിക്കുന്ന സമയത്ത് അവസാനം ദഹിക്കുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം ഗർഭപാത്രമാണെന്ന്. അപ്പൊ ഇത്രയും നല്ലൊരു നമ്മുടെ അവയവാണ് ഈ ഒരു മുഴ കാണുമ്പോഴേക്കും ഒരു എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണുമ്പോ, ഒരു തടിപ്പ് കാണുമ്പോഴോ അത് എടുത്തു മാറ്റുന്നത്. അതൊന്നും ആ സ്ത്രീയെ സംബന്ധിച്ചോളം ആ ശരീരത്തിന് ഗുണം ചെയ്യൂല. ഇപ്പം ഞാനൊക്കെ ഇത്രയും കാലം ഒരു കാര്യവും ഒരു ഡോക്ടറെ കാണിച്ചിട്ടുണ്ടെങ്കിലും ഒരു കീറാനോ മുറിക്കാനോ ഒന്നിനും ഞാൻ പോയിട്ടില്ല. ഞാന് ഇങ്ങനെ കണ്ട പലതും ചെയ്യൂ. അതുകൊണ്ട് തന്നെ എന്റെ ശരീരത്തിലെ ഒരവയവവും നഷ്ടപ്പെട്ടിട്ടില്ല. എന്തെല്ലൊക്കെ കാര്യങ്ങൾ നമുക്ക് പിന്നെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ നല്ല നല്ല ലീഡേഴ്സ് നമ്മളെ അടുത്തുണ്ട്. നമുക്ക് അവരോട് ചോദിച്ചിട്ട് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ പഠിപ്പിക്കുക, അതൊക്കെ നമുക്ക് ചെയ്യാം. അപ്പൊ നമ്മള് ചെയ്യാത്തതാണ് ഇതിന്റെയൊക്കെ കാരണം. ഓരോരുത്തർക്കും അറിയാം, പക്ഷേ RCMനുള്ള ന്യൂട്രിചാർജിന്റെ ഗുണം നമ്മൾ പറയാണ്ട് ആർക്കും അറിയില്ല. കാരണം ഒരു പരസ്യക്കാരില്ല, ഇടനിലക്കാരില്ല, നമ്മൾ തന്നെയാണ് പരസ്യക്കാര്. ഒരു കമ്പനി ഒരു 45% മാത്രമാണ് എടുക്കുന്നത്, ബാക്കിയൊക്കെ നമുക്ക് തന്നെ തിരിച്ചു തരുന്നുണ്ട്. അതും ആർക്കും അറിയില്ല. അപ്പൊ കമ്പനിക്ക് അത്യാവശ്യം വേണ്ടത് മാത്രമേ കമ്പനി എടുക്കുന്നുള്ളൂ. നമ്മളാണ് അത് പരസ്യക്കാരായിട്ട് നമുക്ക് തന്നെ തിരിച്ചു തരുന്നത്. ഇതൊക്കെ എല്ലാവർക്കും പറയാൻ കഴിയാത്തത് കൊണ്ടാണ് എല്ലാവരും വിജയിക്കാത്തത്. എനിക്ക് ഞാൻ ഗാമ റൈസിനോട് കഴിക്കുന്നുണ്ട്. അത് തവിടിൽ നിന്ന് എടുക്കുന്ന ഒരു ഉൽപ്പന്ന ഗാമ റൈസിനുള്ള. അതിന്റെ ഗുണം ഒരുപാടുണ്ട്, എല്ലാ ഗുണങ്ങളും അതിലടങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെയൊക്കെ എത്രയോ ഗുണങ്ങളുള്ളതാണ് ഓരോരോ ഉൽപ്പന്നവും. എന്റെ കണ്ണിന് എന്നെ കാഴ്ച കിട്ടാഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു, ഇപ്പൊ ആ ഡോക്ടർ ഉണ്ട് ഇപ്പം എന്നെ നിരന്തരം വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നു. അവിടെ എന്തൊക്കെയോ പിന്നെ പുതിയ പുതിയ എന്തൊക്കെ ലെൻസൊക്കെ വന്നിട്ടുണ്ട്, നിങ്ങൾ ഇവിടെ വരണം എന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ടൊരു മെസ്സേജ് ഇട്ടിരിക്കുന്നു, എന്റെ കണ്ണിന് RCM എന്നൊരു പ്രസ്ഥാനത്തിലാണ് അതിലൊരു ഉൽപ്പന്നം കഴിച്ചിട്ട് കണ്ണിന് കാഴ്ച കിട്ടിയിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു ഉൽപ്പന്നമാണ് ന്യൂട്രിചാർജ് വ്യൂ. അതിനാണ് ഡോക്ടർക്ക് ഇപ്പോഴും വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലാൻ. എനിക്ക് എന്തിനാ, എനിക്ക് കണ്ണട പോലും വേണ്ട. കണ്ണട രണ്ട് കണ്ണട ഷോക്ക് ഉണ്ട്, പക്ഷെ എനിക്കിപ്പം കണ്ണിന് കാഴ്ചക്കുറവില്ല, അതിനെക്കൊണ്ട് കണ്ണടയും വേണ്ട. പിന്നെ എന്തിനാ ഡോക്ടറെ അടുത്തേക്ക് പോകണം? അങ്ങനെയൊക്കെ നമ്മള് ഉപയോഗിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ ഗുണം തന്നെയാ. അപ്പോ ഇത്രയൊക്കെ ആണെങ്കിലും ഡോക്ടർക്ക് കൊടുക്കുന്ന പൈസ ഇപ്പൊ എനിക്ക് മുതലാ. ഡോക്ടർക്ക് അടുത്ത് പോകേണ്ട ആവശ്യമില്ല, ഒന്നും ഇപ്പൊ എനിക്ക് ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും ഞാന് ഇതിൽ കൂടി തന്നെ അറിഞ്ഞ് പ്രവർത്തിക്കുന്നത് കൊണ്ട് ഞാൻ എല്ലാവർക്കും ഇന്ന് ഈ കേട്ട എല്ലാ കാര്യങ്ങളും
ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും വിജയിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയാർസിയം ഗുഡാർസിയം.